അപ്പോളേ കുറേ നാളെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ അതിഥിയാണ് കേട്ടോ. ഞങ്ങളുടെ ഇടയിൽ വന്ന് എൻ്റെ രണ്ടാമത്തെ ബേബിയാണ്. അപ്പം ഇതൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ഒത്തിരി നാൾ യൂട്യൂബ് ഒന്നും എടുക്കാതിരുന്നിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പോലെ ഒരു മീൻകറി, നല്ല കുടംപുളി ഇട്ടൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് നമുക്ക് വൈകിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരം അത് കറി വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് എൻ്റെ ഒരു സന്തോഷം. എല്ലാവർക്കും അറിയാം മീൻകറിയൊക്കെ വെക്കാൻ, പക്ഷേ എൻ്റെ ഒരു സന്തോഷം അതുകൊണ്ട് നമ്മളത് ചെറിയ രീതിയിൽ നമുക്കതൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഇട്ടുതരാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ചെയ്താലോ. അപ്പോൾ ഓൾറെഡി ഞാൻ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ കഴുകിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കാം. ആദ്യം എണ്ണ ഒഴിച്ചു, ചട്ടിയെല്ലാം ചൂടായി എണ്ണ ഒഴിച്ച്, അതുപോലെ തന്നെ അതിനകത്തോട്ട് കടുകില്ലാത്തൊരു പരിപാടിയില്ല. അത് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അത് നല്ല അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കൂടുതലിടുന്ന എൻ്റേത് ഓൾറെഡി ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ, ആവശ്യത്തിന് എല്ലാവരും ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഓർക്കണം, ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നല്ല രീതിയിലൊരു ബ്രൗൺ നിറമായിട്ട് വരും. ഇതുപോലെ. അപ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കരിഞ്ഞു പോകാനും പാടില്ല. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കുടംപുളിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഇങ്ങനെ അതിനകത്ത് ഇളക്കി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഇത് ഓൾറെഡി നമുക്ക് ഇത്തിരി ഉപ്പിടണം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ആദ്യമേ. ഉപ്പിട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കിങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. തിളച്ച് വരുന്നത് അത് ഓൾറെഡി അടച്ചു വെച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ചത്. ഇനി അതിനകത്തോട്ട് കുറച്ച് മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി വെട്ടിയെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്തെല്ലാം വെച്ചിരുന്നു. അപ്പോൾ മീനിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇത് സൈഡും ചെറുതായിട്ട് തുറന്ന് വെക്കണം. അതുപോലെ തന്നെ വേണ്ട കുറച്ച് മീൻ എക്സ്ട്രാ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി എന്തിനാ കുറയ്ക്കുന്നത്, നമുക്ക് വറക്കുകയും കൂടെ ചെയ്യാം. അങ്ങനെ ഞാൻ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി അതൊന്ന് സെറ്റാകാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ മീനെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്, അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചേട്ടന് നന്നായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞു. സോ ഞാൻ പെട്ടെന്ന് മീൻ വറക്കാനും കൂടി സെറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ചട്ടി വെച്ചു. അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ മീൻ ഓരോന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഈ മീൻ അങ്ങോട്ട് വെച്ച് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും മീനൊക്കെ ഇട്ട് നല്ല സ്മെല്ല് വന്നപ്പോഴേ എൻ്റെ മൂത്ത മോൻ വന്ന് ചോദിച്ചു, അമ്മ മീൻ വറുത്തുണ്ടോയെന്ന് ചോദിച്ചു. എന്തായാലും അവനൊന്ന് ഏറെ ചോറുണ്ണു. നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഊണെല്ലാം സെറ്റായി. ഇന്ന് നമുക്ക് മീൻ കറി ഉണ്ട്, അതുപോലെ തന്നെ മീൻ വറുത്തയുണ്ട്, പിന്നെ സവാള ഒരു അലങ്കാരത്തിന് വെച്ച് അതൊരു പ്രത്യേക ടേസ്റ്റാണ് മീൻ വറുത്തയുടെ കൂടെ. പിന്നെ ചോറ്, അതുപോലെ തന്നെ പപ്പടവും അച്ചാറും, പിന്നെ ചേട്ടന് സ്പെഷ്യൽ ഇങ്ങനെ ഒരു വിനീഗറൊക്കെ ഇട്ട ഒരു സാലഡ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.